ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് ശേഷം മിക്ക ആൾക്കാരും പരാജയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബഹുഭൂരിപക്ഷം ട്രീറ്റ്മെൻറ്റും പരാജയത്തിലാണ് അവസാനിക്കുന്നത്. അതിന് വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണങ്ങളൊന്നാണ് അഡിക്ഷൻ എന്നത് ഒരു രോഗമല്ല എന്നുള്ള ചിന്താഗതി. മിക്ക ആൾക്കാരും ചിന്തിക്കുന്നത് അഡിക്ഷൻ ഒരു രോഗമല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചികിത്സയുടെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ള ചിന്താഗതിയാണ്. ഇത് പരാജയത്തിലേക്ക് എത്തിക്കും. രണ്ടാമതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പരിപൂർണ്ണമല്ലാത്ത ചികിത്സ എടുക്കും, ഹോസ്പിറ്റലിൽ വരും, 10 ദിവസം കിടന്നാൽ എൻ്റെ രോഗം മാറും, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രയാസങ്ങളൊന്നുമില്ല, അപ്പം ചികിത്സയുടെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. കൃത്യമായിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്നതോടം വരെയുള്ള ചികിത്സ വളരെ നിർബന്ധമാണ്. ഇതില്ലെങ്കിൽ പരാജയപ്പെടും. മൂന്നാമതായിട്ടുള്ള കാര്യമാണ് തിരിച്ചറിവില്ലായ്മ. ലഹരിയുമായി ബന്ധപ്പെട്ട് എനിക്ക് രോഗമുണ്ടെന്നും എനിക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും മാനസിക രോഗം വന്നിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെന്നും അത് തിരുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെയാണ് മോട്ടിവേഷൻ ഇല്ലായ്മ. ചികിത്സ എടുത്തു, 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, അപ്പം കുഴപ്പമൊന്നുമില്ല, ഇനി പുറത്തിറങ്ങിയാലും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഉൾപ്രേരണ കൃത്യമായിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മോട്ടിവേഷൻ കൃത്യമായിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. 2 ദിവസം 3 ദിവസം മാത്രം നിൽക്കേണ്ട മോട്ടിവേഷൻ അല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. നിലനിന്ന് പോകുന്ന, അതായത് ജീവിതത്തിലുടനീളം നിലനിന്ന് പോകുന്ന മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവണം. പിന്നെ ഉണ്ടാകുന്ന മറ്റൊരു കാരണങ്ങളിൽ ഒന്നാണ് അമിതമായ ആത്മവിശ്വാസം. എല്ലാം റെഡിയായി, എല്ലാം ഓക്കെ ആയി, ഇനി എനിക്ക് ചികിത്സയുടെ ആവശ്യമൊന്നുമില്ല, എൻ്റെ മുമ്പിൽ ലഹരി വന്നാൽ പോലും ഞാൻ ഇനി ഉപയോഗിക്കില്ല എന്നുള്ള മനോഭാവം. ഈ മനോഭാവത്തിന് മാറ്റമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വിജയിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും പരാജയപ്പെടും.